السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. സൂറ അൽ ബഖറയിലെ 281 ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് സൂക്ഷിച്ചു കൊള്ളുക. എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കുന്നതല്ല. ഒരറബിക്കഥയുണ്ട്. മലക്കുൽ മൗത്തുമായി അടുത്ത ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു. അടുപ്പത്തിൻ്റെ ബലത്തിൽ മലക്കിനോട് അയാൾ ചോദിച്ചു, നീ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വരുന്ന സമയത്ത് അതിനു മുമ്പായി എനിക്ക് മുന്നറിയിപ്പ് നൽകണം. മാലാഖ സമ്മതിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. അയാളെ മരിപ്പിക്കാനായി മലക്കെത്തി. അയാൾ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്താണ്, നമ്മൾ തമ്മിലൊരു കരാറില്ലേ? എന്നെ മരിപ്പിക്കാൻ വരും മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനെ പറഞ്ഞു വിടണമെന്ന്. എന്നിട്ടെന്തുകൊണ്ട് താങ്കൾ വാക്ക് പാലിച്ചില്ല? ഇത് കേട്ട മലക്ക് പറഞ്ഞു, സുഹൃത്തേ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ മുടി കറുത്തതായിരുന്നു, തൊലി ഉറച്ചതായിരുന്നു, പല്ല് തിളങ്ങുന്നുണ്ടായിരുന്നു, കണ്ണ് മൂർച്ചയേറിയതായിരുന്നു, കൈകാലുകൾ ബലമുള്ളതായിരുന്നു, ശരീരം ശക്തമായിരുന്നു, കേൾവി ദൃഢമായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുടെ മുടി വെളുത്തിരിക്കുന്നു, പല്ല് കൊഴിഞ്ഞു പോയിരിക്കുന്നു, കേൾവിയും കാഴ്ചയും കുറഞ്ഞു പോയിരിക്കുന്നു, തൊലി ചുളിഞ്ഞു പോയിരിക്കുന്നു, കൈകാലുകൾ ദുർബലമായിരിക്കുന്നു. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ മുന്നറിയിപ്പ് നൽകാനായിരുന്നു. എന്നാൽ ഇത്രയധികം മുന്നറിയിപ്പുകൾ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടും താങ്കൾ മരണത്തെ ഓർത്തില്ലെന്നോ? അത്ഭുതകരം. മറ്റൊരിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് ഫമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകശിക്ഷയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് സക്സസ്ഫുൾ, അതായത് വിജയം നേടിയാൾ. ഈ ജീവിതം വെറും കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. മരണം ആസ്വദിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. മരണവേദന അതികഠിനമായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ്റെ മരണസമയത്ത് വേദന കൊണ്ട് പുളയുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്കും സക്കറാത്തുൽ മൗത്തുണ്ടോ? അപ്പോൾ പറഞ്ഞു, ആയിഷ, നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു. യമനിലേക്ക് നിയോഗിച്ച സമയത്ത് മുആദ് ഇബ്നു ജബലിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, താങ്കൾ സുഖലോലത്തെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ നല്ല അടിമകൾ സുഖലോലുപരല്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുഖ ആസ്വാദനങ്ങൾ പാടില്ല എന്നതല്ല, അത് നമ്മൾക്ക് അള്ളാഹു അനുവദിച്ചതാണ്. സൂക്ഷ്മതയോടെ ജീവിത വിഭവങ്ങളൊക്കെ പക്വമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. അള്ളാഹു തന്നെ പറയുന്നത്, വലാ തൻസ നസീബക മിനദ് ദുനിയ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിയ ഫെസിലിറ്റികളൊക്കെ നിങ്ങൾ മറന്നു പോകണ്ട. നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത് പരലോക വിജയമാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറുൽ ആഖിറ. നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ നേടിയെടുക്കുവാൻ അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാം നേടിയെടുത്തപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും. അത്തരം ആളുകളെ കൂട്ടത്തിൽ പെട്ടുപോകാതെ അള്ളാഹുവിൻ്റെ ഈ വിളിക്ക് അവകാശികളാവാൻ
നമുക്ക് ശ്രമിച്ചുകൂടെ? യാ അയ്യുഹത്തു നഫ്സുൽ മുത്മഇന്ന അർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ജന്നതി. തൃപ്തിപ്പെട്ട ആത്മാവെ, എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക സജ്ജനങ്ങളായ ആളുകളോടൊപ്പം. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.